സെല്ലുലോയിഡ് ഫിലിം മാഗസിൻ. യഥാർത്ഥ അനുഭവങ്ങളെ വിവരിക്കുന്ന കുരുവിപ്പാപ്പ എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അതിന്റെ ഫുൾ ക്രൂ ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ലെറ്റ്സ് വെൽക്കം ടു സെല്ലുലോയിഡ്. നമസ്കാരം. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഡ്രീം പ്രോജക്റ്റായ കുരുവിപ്പാപ്പ തിയേറ്ററിലേക്ക് എത്തുകയാണ്. എന്താണ് പറയുന്നത് ഡയറക്ടർ? കുരുവിപ്പാപ്പ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ വലിയ സന്തോഷം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റിയൽ സ്റ്റോറിയാണ്. അപ്പം ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ വന്ന് അതൊരു സിനിമയാക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഒരു കുട്ടിയെ വെച്ചിട്ടുള്ള ഒരു ബേസിലുള്ള ഒരു സബ്ജക്റ്റും കൂടിയാണിത്. കുട്ടി തന്നെയല്ല, അവരുടെ ഫാമിലി മുഴുവൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് കടമ്പകളുണ്ടായിരുന്നു. ഇതൊരു സിനിമ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് എഴുതുക, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സിങ്, മറ്റുള്ള ആർട്ടിസ്റ്റുകളിലേക്ക് എത്തുക, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ വളരെ സന്തോഷം. എങ്ങനെയായിരുന്നു അതിൻ്റെ ഇപ്പോൾ കഥയിൽ നിന്ന് സംവിധാനത്തിലേക്കൊക്കെ എങ്ങനെയാണ് നമ്മൾ എത്തിയത്? അത് ഇതിൻ്റെ പ്രൊഡ്യൂസർ ബഷീർട്ടയും അദ്ദേഹത്തിൻ്റെ വൈഫും അളിയനും കൂടിയാണ് ഇത് എഴുതിയത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ വേറൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് സംസാരിച്ച് ഇരിക്കുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട് എന്നോട്ട് ഇങ്ങനെ നമുക്കൊരു സിനിമേൻ്റെ മോളെ വെച്ചിട്ട് ചെയ്യണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു സിനിമ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന ഈ സമയത്ത് തന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കിങ്ങനെ ഒരു സിനിമ ചെയ്യാം, നീ കുട്ടി വലുതായി പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യാൻ പറ്റില്ല, അത് പത്തിലാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. അത് കാരണം വീട്ടിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ എഴുത്തും പരിപാടികളൊക്കെ തുടങ്ങുന്നത്. പിന്നെ തുടങ്ങിയെല്ലാം ദൈവം സഹായിച്ചിട്ടെല്ലാം പെട്ടെന്ന് ഫാസ്റ്റായി. ഇപ്പം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ റിയൽ ലൈഫിൽ നടന്നതാണ്. അപ്പോൾ ഇത് എഴുതുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് രീതിയിൽ സിനിമ ചെയ്യാമായിരുന്നു. ഒന്നൊരു അവാർഡ് പടമായിട്ട് ചെയ്യാം, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ബോഡി ഷേമിംഗ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ ഒന്ന് കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാം. പക്ഷേ അവാർഡ് പടമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധികൾ മാത്രമേ കാണുള്ളൂ. നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് പറ്റില്ല. അപ്പം കൊമേഴ്ഷ്യലൈസായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്താം, അത് കുറേ ആൾക്കാരിലേക്ക് എത്തും, കുറച്ചൊരു പബ്ലിസിറ്റി ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് അവാർഡ് പരിപാടിയൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഈ പരിപാടി തുടങ്ങാം. അപ്പോൾ അതിന് സ്ക്രിപ്റ്റിൽ തന്നെ ഞാൻ ഫുള്ള് അവർ എഴുതുന്ന സീനുകളിലെല്ലാം ഞാൻ കൂടെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെപ്പോഴും അത് ഓഫ് ബീറ്റ് ആവാതെ മാക്സിമം കൊമേഴ്ഷ്യലൈസ് ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ജീവിതകഥയാണെങ്കിൽ നമുക്കിപ്പം ജീവിതം പറയുമ്പം ഡിറ്റോ ത്രൂ ഔട്ടായിട്ട് പറയാൻ പറ്റും. പക്ഷെ അത് ഒരു സിനിമാറ്റിക് ആകുമ്പോഴാണ് അത് ജീവിതത്തിൽ നിന്ന് സിനിമാറ്റിക്കിലേക്ക് മാറും. ഭയങ്കര ഒരു പ്രോസസ്സിങ്ങും ഭയങ്കര പരിപാടികളൊക്കെ വേണം. അതായത് നമുക്ക് നല്ല പാട്ടുകൾ വേണം, നല്ല സ്റ്റണ്ടുകൾ വേണം, നല്ല ഇമോഷൻസ് വേണം, എന്തെങ്കിലും കോമഡി വേണം. ആൾക്കാർ നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞൊന്നും ബയോപിക്കാക്കോ പിടിച്ചു നിർത്തണം. ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രേക്ഷകരെ നമ്മൾ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ സിനിമയ്ക്ക് നിലനിൽപ്പുണ്ടാവില്ല, പിറ്റേ ദിവസം തീർത്ത് കാണില്ല. അപ്പം അങ്ങനെ ഇതിൻ്റെ സ്ക്രിപ്റ്റിങ് വന്നപ്പോഴത്തേക്കും പക്ക കൊമേഴ്ഷ്യൽ എലമെൻറ്റുകളും കയറ്റണം, എന്നാൽ ഈ യഥാർത്ഥ ലൈഫിൽ നിന്ന് വിട്ടുപോകാനും പാടില്ല. അപ്പം അങ്ങനെ നല്ല രീതിയിലുള്ള പക്ക പാക്കഡ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റിങ് തന്നെയാണ്. അത് എന്നെക്കൊണ്ട് മാക്സിമം ലെവലിൽ വിഷ്വൽ ട്രീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് വിശ്വാസം. നമ്മുടെ കുരുവിയുടെ ഇക്കാക്കയായിട്ട് അഭിനയിച്ച റാഹിലാണ്. ക്യാരക്ടറിനെ കുറിച്ച് പറയാന്ന് വെച്ചാല് കുരുവിക്ക് ഏറ്റവും സപ്പോർട്ടായിട്ടുള്ളത് ഫസ്റ്റ് അവളെ പേരൻസ് ആണ്. പിന്നെ സെക്കൻഡ് വരുന്നത് അവളെ ബ്രദർ തന്നെയാണ് അവൾക്ക് ഏറ്റവും വലിയ സപ്പോർട്ടായിട്ടുള്ളത്. അതിപ്പോ ഡാൻസിനായാലും ആക്ടിങ്ങിനായാലും എന്തിനും വളരെ വലിയൊരു നല്ല സപ്പോർട്ട് അവളെ ബ്രദർ തന്നെയാണ്. എനിക്ക് അങ്ങനെയാ തോന്നിയത്. അങ്ങനെ വിശ്വസിക്കുന്നു. അല്ല, ഇതിൻ്റെ അകത്ത് വേറെ ഞാൻ പറഞ്ഞു, കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ഇക്കാക്കടെ ഒരു ലവ് ട്രാക്ക് ഒരു സൈഡ് കൂടി പോകുന്നുണ്ട്, അങ്ങനെയും പോകുന്നുണ്ട്. അത് രസമായിട്ട് അത് രാഹുൽ ചെയ്തു എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഒരു ഫ്രഷേഴ്സ് വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് എല്ലാവരും സപ്പോർട്ടായിരുന്നു. കാരണം വെച്ചാൽ വിനീതനാവട്ടെ, മുക്തയാവട്ടെ, അല്ലെ, ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെല്ലാവരും ഭയങ്കര ഇവര്, അതായത് കുരുവിയും ഫസ്റ്റ് ടൈമാണ്. അപ്പം ഇവർക്കുള്ള ആ ഒരു പേടി അല്ലെങ്കിൽ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് ആർട്ടിസ്റ്റുകളാണ് അഭിനയിക്കുന്നത്. അതേപോലെ തന്നെ ക്യാമറ ലെജൻഡാ കരണൻ സാറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒച്ചവെക്കും തന്നെ ചിലവ് നൽകിയത് വരിക. പക്ഷേ അങ്ങനെയുള്ള പുള്ളിക്കാരൻ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളതാണ് ഇവർക്ക്. കാരണം വെച്ചാൽ ബാക്കിയുള്ളവരുടെ കാര്യം സീനിയർ ആർട്ടിസ്റ്റുകളുടെ കാര്യം നമുക്ക് നോക്കണ്ട, അവർ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണമെന്നുള്ള അവർ തരും. പക്ഷെ ഇവരെ സംബന്ധിച്ചിട്ട് ഇവരതല്ല, നമ്മൾ ഇവരെ മേക്ക് ചെയ്ത് കൊണ്ടുവന്നു. പക്ഷെ അതിലെനിക്ക് ഏറ്റവും വലിയ ഈസി ആയിട്ട് വന്നത് കുരുവിയും രാഹുലും ഒക്കെ തന്നെയാണ്. കാരണം വെച്ചാൽ എനിക്ക് എന്നെ കൂടുതൽ വഴക്ക് പറയിപ്പിച്ചിട്ടില്ല ഇവര്. എൻ്റെ പേര് രമ്യ രാജേഷ്. ക്യാരക്ടർ ആലീസ് എന്ന ക്യാരക്ടറാണ്. അതായത് വിനീതേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. കിച്ചുറ്റലസാണ്, പുള്ളിക്കാരൻ്റെ വൈഫായിട്ടാണ് അഭിനയിക്കുന്നത്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കുരുവിയുടെ ജീവിതകഥ തന്നെ. അപ്പം അത് കുരുവി തന്നെ അത് നമ്മളിലേക്ക് എത്തിക്കുക ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുന്നത്, അത് ഡയറക്ടർ സാറാണെങ്കിൽ അതിനെ
നമ്മളെ കറക്റ്റ് വിഷ്വലൈസ് ചെയ്ത് നമ്മളിൽ എത്തിക്കുകയാണത്. അതായത് ഈ വെറും ജീവിതത്തിൽ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള രണ്ട് വ്യക്തികളാണ് ഈ ജോണും ആലീസും എന്ന് പറയുന്നത്. അതായത് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്, അതായത് ഈ നമ്മുടെ വിനീതേട്ടൻ്റെ മുക്തയുടെയും ക്യാരക്ടറിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ തൊട്ട് അവരുടെ ലൈഫിൽ വലിയ ഇമ്പോർട്ടൻസ് ക്യാരക്ടറാണ് ഈ കിച്ചു ചെയ്ത് രമ്യ ചെയ്തൊക്കെയുള്ള വേഷം. അപ്പോൾ അത്രയ്ക്കും ഒരു ഇമ്പോർട്ടൻസ് അവരുടെ ഉണ്ട്. കാരണം വെച്ചാൽ കുരുവിയുടെ ഒരു ടേണിംഗ് പോയിന്റിൽ സപ്പോർട്ടീവായിട്ട് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഇവരാണ്. അത് നമ്മൾ സിനിമയിൽ കാണുമ്പോൾ മനസ്സിലാക്കും കുരുവിയുടെ ടേണിംഗ് പോയിന്റ് എന്താണെന്നുള്ളത്. ആ ഒരു ടേണിംഗ് പോയിന്റിൽ അത് ഇവരുടെ വീട്ടിൽ വെച്ചാണ് ആ കാര്യം നടക്കുന്നത്. അത് റാഖിലും എല്ലാം അങ്ങനെ ഒരു സീനാണത്. അവിടെ നിന്നാണ് പിന്നെ കുരുവി വേറൊരു റൂട്ടിലേക്ക് സഞ്ചരിക്കുന്നത്. അവളുടെ സക്സസ് എന്താണെന്നുള്ളതും അവളുടെ എഫേർട്ട് എന്താണെന്നുള്ളതും ഒക്കെ ആ റൂട്ടിലേക്കാണ് പറഞ്ഞു പോകുന്നത്. സർപ്രൈസ് ആണ് വളരെ. എങ്ങനെ തോന്നി ഇപ്പം സീനിയർ ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റിന്റെ കൂടെ ഒക്കെയാണ് അഭിനയിച്ചത്, അതും വളരെ യങ് ആയിട്ടുള്ള പ്രായത്തിൽ തന്നെ, എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നി. ഫസ്റ്റ് ടൈം ഒക്കെ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നൊരു എന്താ പറയാ, ഒന്നും മനസ്സിലായില്ല. കട്ട് പറയുന്നു, ആക്ഷൻ പറയുന്നു. അത് ഇതിനു മുന്നേ നമ്മൾ ഇതിനകത്ത് കുറെ കുട്ടികളുണ്ട്. അപ്പൊ കുരുവി ഉൾപ്പെടെ കുറെ ആ ഏജിലുള്ള കുറെ കുട്ടികളുണ്ട്, സ്കൂൾ പശ്ചാത്തലമൊക്കെ ഉണ്ട്. അപ്പം ഈ കുട്ടികൾക്ക് നമ്മളൊരു ആക്ടിങ് ക്യാമ്പ് തന്നെ വെച്ചിരുന്നു, വർക്ക്ഷോപ്പ് വെച്ചിരുന്നു. അതിൽ വരാത്തൊരു വ്യക്തി ഇവരാണ്. അത് നമ്മൾ ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര രസമായിട്ട് എല്ലാം മിങ്കിൾ ചെയ്തു കാര്യങ്ങളൊക്കെ ചെയ്തു, ബാപ്പരെല്ലാം ഫ്രണ്ട്സൊക്കെ ആയി. പക്ഷെ ഇവനവിടെ വന്നിട്ടില്ലായിരുന്നു. ഇവൻ കറക്റ്റ് ഷൂട്ട് സമയത്ത് ഇവൻ വരുന്നത് നേരെ ലൊക്കേഷനിലേക്കാണ് ഇവൻ വരുന്നത്. ഇവൻ സ്ഥലത്തില്ലായിരുന്നു. നമ്മുടെ പ്രൊഡ്യൂസർ റഹീമുക്ക എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസറിന്റെ മോനാണ്. അപ്പോൾ നമ്മുടെ ഫാമിലി തന്നെയാണ്. അപ്പോഴത്തേക്കും അങ്ങനെ ഇപ്പം വന്നിട്ട് ആദ്യ ദിവസമൊക്കെ ഒരു വിറവലും പിടുത്തമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് കൂളായാള്. നല്ല കമ്പനി, എല്ലാവരും നല്ല സപ്പോർട്ട് തന്നോണ്ട് പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു. ഉണ്ടാവും അല്ലേ? സിനിമ സ്വപ്നങ്ങൾ ഇപ്പം കുറേ ഫിലിം ചെയ്തു. അപ്പം റിലീസാവാൻ പോകുന്ന ഈ കുരുവിപ്പാപ്പയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇനി. കാരണം ഇതൊരു ഫാമിലി, അപ്പം എന്തായാലും ഇത് എല്ലാവരിലും ഒരു ഹാർട്ട് ടച്ചിങ് തീർച്ചയായിട്ടും. കാരണം ബോഡി ഷേമിങ് എന്നും പറഞ്ഞ് ഇപ്പം പേരൻസ് ആയ ഞാനൊരു മദറാണ്. അപ്പം നമുക്കറിയാം എങ്ങനെയാണ് ഒരു കുട്ടിയുടെ അമ്മയടുത്താണെങ്കിലും അച്ഛനടുത്താണെങ്കിലും ബാക്കി ആരടുത്ത് പറഞ്ഞാലും അവർക്ക് അത്രയും. അപ്പം ഇവിടെ ബഷീർക്കയാണെങ്കിലും ജാസ് ആണെങ്കിലും കുരുവിക്ക് കൊടുക്കുന്ന സപ്പോർട്ട് നമ്മൾ ഈ ഷൂട്ടിംഗ് സമയത്ത് ഫുള്ള് കാണാം. അപ്പം എൻ്റെ അച്ഛനും ഞാനും തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് പോലെ തന്നെ ഇവിടെ ബഷീർക്കയും കുരുവിയും തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ്. അപ്പം അത് വിനീതേട്ടൻ അതുപോലെ തന്നെ വിനീതേട്ടൻ്റെ ആയിട്ടുള്ള ടാലൻറ്റിൽ ആ ഇതുണ്ടല്ലോ, വിനീതേട്ടൻ്റെ ആ ഒരു ലെജൻഡ്. അപ്പം ഇതെല്ലാം കൂടെ ആ ഫിലിമിൽ വരുമ്പോൾ നമ്മൾ സത്യത്തിൽ ത്രില്ലടിച്ചിരിക്കുകയാണ് ആ ഫിലിം കാണാൻ. അതെ 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 അതെ. തന്നെയല്ല ഇവിടെ നമ്മുടെ ഇപ്പം ആർട്ടിസ്റ്റുകളാവട്ടെ, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് കേട്ടോ. നമ്മുടെ ഇപ്പം വിനീതേട്ടനുണ്ട്, മുക്തയുണ്ട്, അതേപോലെ തന്നെ സന്തോഷ് ക്രിയേറ്റീവ്, രാജേഷ് ശർമ്മ, അതേപോലെ മജീദ് ക, ഇബ്രാഹിംകുട്ടിക്ക, സീനത്ത് ചേച്ചി, പിന്നെ നമ്മുടെ ഏറ്റവും വലിയ മലയാള സിനിമയിൽ എനിക്ക് വളരെ ഒരു ഔചാരികമായാണ് ആ ആർട്ടിസ്റ്റ് നമ്മുടെ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി വരുന്നത്. നിലമ്പൂർ ആഷിദക്ക. നിലമ്പൂർ ആഷിദക്ക നമ്മൾ പത്രത്തിലൂടെയും ആയിഷ എന്ന് പറഞ്ഞൊരു സിനിമ ആ സമയത്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത സമയത്ത് റിലീസാണ്. അപ്പോൾ ആയിഷത്തൊക്കെ നമ്മുടെ മുന്നിൽ വന്നിട്ട് നമ്മളൊരു ക്യാരക്ടറായിട്ട് ചെയ്യുമെന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയൊരു കാര്യമായിരുന്നു. അപ്പോൾ ഡബ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെല്ലുമ്പോൾ പോലും ഇതൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റില്ലാഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ ഡബ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ 2 മണി ചെല്ലുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വണ്ടി ബ്ലോക്കായിട്ട് ഞാൻ 4 മണി ഇരുമ്പോഴത്തേക്ക് 2 മണി ആയപ്പോഴത്തേക്ക് അവിടെ മതിൽക്കട്ട ഇരുന്ന് നോക്കിയിരിക്കും ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത്രയ്ക്കും സിനിമയോട് ഭയങ്കര ഡെഡിക്കേറ്റുള്ള ഒരു വ്യക്തിയാണ് ഇത്ത വന്നത് തന്നെ വലിയൊരു ഭയങ്കര ഭാഗ്യമായിട്ടാണ് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിചാരിതമായിട്ട് വന്നതാണ്. അതേപോലെ തന്നെയാണ് സുധിയുടെ കാര്യവും. സുധി എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. പക്ഷേ സുധി ഇങ്ങനെ കുറേ നാളുകളുള്ള ബന്ധമാണ്. അതിന് ചോദിച്ചാൽ എനിക്കൊരു പടം തരണം, എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു. ഇതിന് മുന്നേ ചെയ്ത പടത്തിന് ഒരു യാത്ര കൊടുക്കാൻ പറ്റിയില്ല. അതിന് വിളിച്ചിട്ട് കുറേ എന്നെ വഴക്കൊക്കെ പിടിക്കുകയൊക്കെ ചെയ്ത്. അത് കഴിഞ്ഞാൽ ഈ പടത്തിൽ എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞ് ഈ പടം എഴുതി വന്നപ്പോഴത്തേക്കും ഞാൻ ബഷീർക്കാട് ഞങ്ങൾ കാസ്റ്റിംഗൊക്കെ എല്ലാം ഞങ്ങൾ ജാസി ആണെങ്കിലും അതുപോലെ ബഷീർക്ക ആണെങ്കിലും ജിസ്മി ആണെങ്കിലും ഞങ്ങളെല്ലാം ഒരുമിച്ച് നമ്മൾ കാസ്റ്റിങ്ങിൻ്റെ ആൾക്കാരെ നോക്കാം. അപ്പം അങ്ങനെ ഞാൻ നമ്മൾ ഇത് നമുക്ക് ഈ സുധിയെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അങ്ങനെ ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞ് സുധീനെ ഞാൻ വിളിക്കുന്നു. ഒരു 4 ദിവസത്തെ ഇതുള്ളൂ, ചെറിയൊരു ക്യാരക്ടർ, നിലമ്പൂർ പോഷൻ ഒരു ക്യാരക്ടറായിരുന്നു. അങ്ങനെ സുധി നിലമ്പൂർ വന്ന് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഫസ്റ്റ് ദിവസം ഷൂട്ടിനകത്തൊക്കെ നമുക്ക് സോങ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇറങ്ങി സോങ്ങിൻ്റെ അകത്ത് സുധിയുടെ ക്യാരക്ടർ എന്താണെന്ന്, വിനീതേട്ടൻ്റെ മുക്തനും കൂടെ ഉള്ളത്. അപ്പോൾ ആ ഒരു ഇൻ്റർവെല്ലിൻ്റെ 5 വരെ മാത്രമേ ആ ക്യാരക്ടർ ഉണ്ടായിരുന്നുള്ളൂ. ഇൻ്റർവെൽ കഴിഞ്ഞ് പിന്നെ സ്ക്രിപ്റ്റിൽ വേറൊരു ക്യാരക്ടറായിരുന്നു എറണാകുളത്ത് ഉണ്ടായിരുന്നത്. പിന്നീട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞു നമുക്ക് ആ ക്യാരക്ടറെ ഇങ്ങോട്ടും കൂടെ സുധിയുടെ കൂടെ ഞങ്ങൾക്ക് ആഡ് ചെയ്യാം, എന്നിട്ട് സുധിക്ക് ത്രൂ ഔട്ട് കൊടുക്കാം. അങ്ങനെ സുധി സിനിമയിലെ ത്രൂ ഔട്ട് ക്യാരക്ടറായി.
ആ ക്യാരക്ടർ ആയപ്പോഴത്തേക്കും സുധി ഓൾറെഡി 1, 2, 3 സോങ്ങിൻ്റെ അകത്ത് ലാസ്റ്റ് ക്ലൈമാക്സ് ഫൈറ്റിൻ്റെ അത് വരെ സുധി ത്രൂ ഔട്ട്. ഞാൻ സുധി എനിക്ക് തോന്നുന്നത് ഇതുവരെ അങ്ങനത്തെ ഒരു ക്യാരക്ടറും അല്ലെങ്കിൽ അത്ര നീളത്തിലുള്ള മുഴുനീളമുള്ള ഒരു ക്യാരക്ടർ സുധി ലൈഫിൽ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അതിൻ്റെ ഉപയോഗം വലിയൊരു ഇതായിരുന്നു. കാരണം വെച്ചാൽ നമുക്ക് ഡബ്ബിങ്ങിന് പോലും ഞാൻ വളരെയധികം എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചെന്നൊരു ഘട്ടമുണ്ട്. അത് ശരിക്കും നമ്മൾ ഇതിനകത്ത് വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ മുത്തുമാൻ്റെ കോഴി എന്ന് പറഞ്ഞ സോങ് എഡിറ്റ് ചെയ്യാണ്. സോങ് എഡിറ്റ് ചെയ്ത് രാത്രി 12 മണി 2 മണി വരെ ഞാനും ഇന്നലെ എടുത്തൊരു വീട്ടിൽ ശ്രീയത്താണ് ഞങ്ങൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സുധിയുടെ സീക്വൻസ് ആണ് എഡിറ്റ് ചെയ്ത് ലാസ്റ്റ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പോയി കിടന്നത്. പിറ്റേ ദിവസം രാവിലെയാണ് സുധി മരിച്ചു എന്നുള്ള വാർത്ത വരുമ്പോൾ ഞങ്ങൾ ഭയങ്കര ഷോക്കായിപ്പോയി. ഇന്നലെ വരെ കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ കൺമുന്നിൽ സ്ക്രീനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വീൺ സാറിനെ വിളിച്ചു എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അത് ഞങ്ങൾ ഭയങ്കര വിഷമമായി പോയി. അത് കഴിഞ്ഞ് ഈ സിനിമ ഡബ്ബ് തീർന്നു കഴിഞ്ഞപ്പോൾ എഡിറ്റ് ചെയ്ത് തീർന്നു കഴിഞ്ഞ് ഡബ്ബിലേക്ക് ചെന്നപ്പോഴാണ് ഇത് ആരെ കൊണ്ട് ഡബ്ബ് ചെയ്യും, ഇത് സുധിയുടെ സൗണ്ട് വേറൊരാൾ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ബോഡി ലാംഗ്വേജ് ഒക്കെ കുറേ കാര്യങ്ങൾ നോക്കേണ്ടി വരും, ഒരുപാട് വോയിസ് ടെസ്റ്റുകളൊക്കെ എടുക്കേണ്ടി വരും. അങ്ങനെയാണ് കൈലാഷ് എന്നെ ഒരു ദിവസം വിളിക്കുന്നത്. ആക്ടർ കൈലാഷ് എന്നെ ദിവസം വിളിച്ചിട്ട് ചോദിച്ചേട്ടാ എന്നോട്ട് രമേഷ് പാരാഴി എന്ന് പറയുന്നൊരു മ്യൂസിക് ആർട്ടിസ്റ്റ് ഉണ്ട്, സുധിയുടെ അസാധ്യമായിട്ട് ചെയ്യും, ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കണ്ടു നോക്കാൻ പറഞ്ഞ് എനിക്ക് ലിങ്ക് അയച്ചു തന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഡിറ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ രമേശിനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു രമേശ് ഒന്ന് വരാൻ പറഞ്ഞു, നമുക്ക് വോയിസ് ടെസ്റ്റ് എടുക്കാമെന്ന്. രമേശ് വന്നപ്പോൾ ഓൾറെഡി രമേശ് നമ്മുടെ ഈ സിനിമയ്ക്ക് അതൊരു വേഷം അഭിനയിച്ചിട്ടുണ്ട്, ചെറിയൊരു വേഷം. അവിടെ വന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ രമേശിനെ വിളിച്ചപ്പോൾ കറക്റ്റ് സുധി സംസാരിക്കുന്ന പോലെ തന്നെ, ഒരു വ്യത്യാസം പോലും ഇല്ല, ഒരു അണുവിട പോലും ഇല്ല. കറക്റ്റ് സുധി വന്ന് ഡബ് ചെയ്ത് പോലെ. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അമ്പിളിച്ചേട്ടൻ ജഗതിച്ചേട്ടൻ ഒരു ആക്സിഡൻ്റ് ആയ സമയത്ത് ജഗതിച്ചേട്ടൻ്റെ വേറൊരാളാണ് വന്ന് ഡബ് ചെയ്തത്. പക്ഷെ നമുക്കതറിയാം വേറൊരാളെ ചെയ്തതെന്നുള്ളത്. നമുക്ക് അവരുടെ സൗണ്ട് നമ്മൾ നേരത്തെ കേട്ടുവാണ്, വേറൊരാളെ ചെയ്ത് നമുക്ക് നേരത്തെ തന്നെ തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. പക്ഷെ സുധിയുടെ ഈ സൗണ്ട് കേട്ടാൽ ആരും തിരിച്ചറിയില്ല, സുധി അല്ല ഡബ് ചെയ്തിരിക്കുന്നത് വിശ്വസീയമായിട്ട്. എന്തായാലും സുധി അതിൽ വലിയൊരു വിഷമമുണ്ട്. പക്ഷേ എന്നെ ലാസ്റ്റ് ഇവിടെ ചെയ്യപ്പോൾ 19-ാം തീയതി ചോദിച്ചേട്ടാ എനിക്ക് ഈ മുത്തുമാൻ്റെ കൂടി സോങ് ഒന്ന് കാണണം, ഞാൻ പാട്ട് അയച്ചു കൊടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് വിഷ്വൽ കാണണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. നമ്മൾ ഇന്ന് പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എറണാകുളം വാ നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് വളരെ ആഗ്രഹത്തിലിരുന്ന ഒരാളായിരുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച ഒരാളായിരുന്നു. എന്ന് വെച്ചാൽ അത്രയും പുള്ളിക്കാരൻ പോലും ചെറിയൊരു റോളാണെന്ന് പ്രതീക്ഷിച്ച് വന്നിട്ട് ഇങ്ങനെ മുഴുനീളം വന്ന് ചെയ്തപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടും ഭയങ്കര സന്തോഷമായിട്ടും പോയ ആളാണ്. ഞങ്ങൾക്കൊന്നും തെറ്റിയൊന്നും മറക്കാൻ പറ്റിയില്ല പുള്ളിക്കാരനെ. അത്രയ്ക്കും ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു എല്ലാവരും. പ്രാർത്ഥിക്കുന്നുണ്ടാകും. കാസ്റ്റിംഗിലേക്ക് എത്തിയത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ കുരുവിയുടെ അച്ഛൻ്റെ അമ്മയുടെയും റോള് നമുക്ക് ആരെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പല രീതിയിലും പല ആർട്ടിസ്റ്റുകളും ഞങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൊണ്ടിട്ട് അങ്ങനെ അവരെ വേണം ഇവരെ വേണം ഇത് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നോക്കിയിട്ടും ആകാതെ പലയിടത്തും പോയി കഥയും പറഞ്ഞു. അപ്പോൾ ചിലർക്ക് ഡേറ്റുകളുടെ പ്രശ്നം, കാര്യങ്ങൾ, സംഭവങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ഇങ്ങനെ മാറിയും തിരിഞ്ഞു പോയി. ചിലർക്ക് ഈ കഥയോട് ഇതെങ്ങനെയാണ് നമ്മളെ ഇവർ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ കാര്യങ്ങൾ, ഇങ്ങനൊരു സബ്ജക്റ്റും കൂടി ആയതുകൊണ്ട്. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ വിനീതേട്ടൻ്റെ പേര് ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ട് വിനീതനെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ വിനീതേട്ടൻ ബാക്കി അത്ഭുതം കൊടുക്കുന്ന സിനിമ ഹൈദരാബാദ് ഷൂട്ട് നടക്കുക. അപ്പോൾ ഞാൻ വിനീതേട്ടനെ വിളിച്ചിട്ട് വിനീതേട്ടൻ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു. എനിക്കൊരു കാര്യം ചെയ്യും, സ്ക്രിപ്റ്റ് അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് സ്ക്രിപ്റ്റ് ഞാൻ അയച്ചു കൊടുത്തു. പുള്ളിക്കാൻ ഒറ്റ സെക്കൻഡ് വായിച്ചിട്ട് പിറ്റേ ദിവസം എന്നെ വിളിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ അടുത്ത ദിവസം വന്ന് നമുക്ക് ഞാൻ ഇങ്ങനെ വരും നമുക്ക് കാണാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനും ബിസ്മിയും ബഷീർക്കയും കൂടെ നേരിട്ട് ചെല്ലുന്നു. പിന്നെ തന്നെ ഫുള്ള് കഥ പറഞ്ഞു. ഇത് ഞങ്ങൾ 3 പേരും പോയിരുന്നു പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരൻ വെച്ചാൽ ഇത് റിയൽ ലൈഫാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് സിനിമ എക്സിക്യൂട്ട് ചെയ്യുന്നത് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ നമുക്കിത് ചെയ്തേക്കാൻ കമ്മിറ്റ് ചെയ്തേക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഏറ്റവും വലിയ ടാസ്ക് ഒന്ന് ആയിരുന്നു, അതായത് മുത്തയുടെ ക്യാരക്ടർ ചെയ്യുന്നത്. അത് പലരിലേക്കും പോയി, പലരും അത് ചെയ്യാമെന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. ലാസ്റ്റ് അതൊന്നും റിലേറ്റ് ആവാതെ വന്നപ്പോഴാണ് ലാസ്റ്റ് വിവിൻ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നമുക്കിങ്ങനെ മുക്ത കുറേ നാളായിട്ട് ഇങ്ങനെ ചെയ്തിട്ടില്ല, നമുക്ക് മുക്തനെ വിളിക്കാം. അങ്ങനെ മുക്തനെ ഞാൻ വിളിക്കുന്നു, ഫോണിൽ സംസാരിക്കുന്നു. മുക്ത പിന്നെ സ്ക്രിപ്റ്റൊന്നും ചോദിച്ചില്ല, എന്താ വിവിനെങ്കിൽ പറഞ്ഞതല്ലേ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതിൻ്റെ ഇടയിലൊക്കെ ഉള്ള ഒരു വലിയൊരു സത്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാൽജു സാർ എന്ന് പറഞ്ഞ വലിയൊരു ആളെ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ആദ്യം ഈ സിനിമയ്ക്ക് എല്ലാം പ്ലാൻ ചെയ്തതിന് ലാൽജു സാറിൻ്റെ അടുത്താണ് പോയത്. അത് നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ ലിജു നടേരെയാണ് നമ്മൾ ചെല്ലുന്നത്. പുള്ളിക്കാരൻ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ ആ സ്ക്രിപ്റ്റിലുണ്ടായിരുന്ന പോരായ്മകളും അതിന് നല്ല വശങ്ങളും പറഞ്ഞു തന്നു. നമ്മളെ ആ സ്ക്രിപ്റ്റ് നല്ല ഗൈഡൻസ് ചെയ്ത് തന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇതിലാണ് നല്ലൊരു ക്യാമറമാനെ വെക്കണമെന്ന് പറഞ്ഞ് നമ്മൾ വിവിൻ സാറിലേക്ക് എത്തുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടേഴ്സാണ്. ഈ സിനിമ ഇത്രയും ഈ കൊമേഴ്ഷ്യൽ ലെവലിൽ നല്ല രീതിയിൽ കൊണ്ടുവന്നതിന് ഫൈനലിൽ നല്ലൊരു ഔട്ട് കൊണ്ട് തന്നിരിക്കുന്നതിൻ്റെ ഒരു ഭൂരിഭാഗം ക്രെഡിറ്റ്സും കാരണം വെച്ചാൽ നല്ല സോങ്ങുകളുണ്ടെങ്കിലേ ഉള്ളൂ സിനിമയിൽ നല്ല സോങ്ങുകളുണ്ടെങ്കിൽ വർക്കൗട്ട് ആവുള്ളൂ. അപ്പം പ്രദീപ് ടോം എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ നല്ല സോങ്ങുകൾ തന്നിട്ടുണ്ട്.
നല്ല സോങ്ങുകൾ തന്നു. അതിൽ ഞങ്ങൾക്ക് വലിയൊരു വിഷമം കൂടി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്കും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനും ഒക്കെ ഇതിനകത്ത് നല്ലൊരു കുരുവിയേപ്പിച്ചിട്ടുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ട് ഞങ്ങൾക്ക് വിഷ്വൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ആ പാട്ട് നമ്മൾ സിനിമയ്ക്ക് അതിൻ്റെ അകത്ത് ആവശ്യമില്ലാന്ന് കണ്ടിട്ട് ഞങ്ങൾ അത് വിട്ട് കളഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ സിനിമ വന്ന് ആ പാട്ട് പിന്നീട് കേട്ടപ്പോൾ തോന്നിച്ചു അതിന് വിഷ്വൽ ചെയ്താൽ മതിയായിരുന്നല്ലോ എന്നുള്ളൊരു. പക്ഷേ ഞങ്ങൾ സിനിമയുടെ എൻഡിൽ ആ പാട്ട് ഇട്ടിട്ടുണ്ട്. അത്രയ്ക്ക് നല്ലൊരു സോങ്ങാണത്. പിന്നെ അതുപോലെ യൂനിസോ എന്ന് പറയുന്ന നമ്മൾ ക്ലൈമാക്സ് സോങ് പുള്ളിക്കാനാണ് ചെയ്തത്. പുള്ളിക്കാരൻ ഓൾറെഡി അതിൻ്റെ കഥ പറയേണ്ടത് ഈ സിനിമ സ്ക്രിപ്റ്റ് എഴുതുന്നതിന് മുന്നേ ആ പാട്ട് ചെയ്തു വെച്ചു എന്നുള്ളതാണ്. ആ പാട്ട് ഞാൻ ഓൾറെഡി ഈ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ആ പാട്ട് ഓൾറെഡി വിഷ്ണുക്കയുടെ ഇവരുടെയൊക്കെ ഫോണിലുണ്ട്. ആ പാട്ട് അതുപോലെ തന്നെ നമ്മളത് നല്ല രീതിയിൽ വിഷ്വലി ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. അവരൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും 100% സത്യസന്ധമായിട്ടുള്ള. അപ്പോൾ അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അത് മാത്രമാണ് പറയാനുള്ളത്. സിനിമ ഒരു ആദ്യത്തെ എത്രയോ ബെറ്റർ ആയിട്ട് എനിക്ക് തന്നെ തോന്നുന്നു. പ്രേക്ഷകരോട് പറയാം എന്തായാലും തിയേറ്ററിൽ പോയിട്ട് കാണാം, എന്തായാലും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ലൊരു സ്റ്റോറിയാണ്. അപ്പം എനിക്കും പറയാൻ ഇത്ര തന്നെ ഉള്ളൂ. നിങ്ങൾ പ്രേക്ഷകരെല്ലാവരും 1-ാം തീയതി കുരുവിപ്പാപ്പ വരികയാണ് നിങ്ങളുടെ മുന്നിലേക്ക്. അപ്പം തീർച്ചയായിട്ടും ഇതൊരു ഒരു കുഞ്ഞിൻ്റെ ഒരു ബോഡി ഷേമിങ്ങിൻ്റെ ഒരു കഥയാണ്. എന്നതിലുപരി നമുക്ക് മാതാപിതാക്കൾക്കൊക്കെ ഒരു കുഞ്ഞുങ്ങളെ എങ്ങനെ ലൈഫിലേക്ക് ഉയർത്തിക്കൊണ്ട് അവരെ കൊണ്ടുപോകാം, അവരോട് സപ്പോർട്ടായിട്ട് നിൽക്കാം എന്ന് കാണിച്ചു കൊടുക്കുന്ന കൂടെ ഒരു സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കുഞ്ഞുങ്ങളുമായിട്ട് തന്നെ പോയി ഇരുന്ന് കണ്ട് ഈ സിനിമ ഒരിക്കലും നിങ്ങൾക്ക് ബോറടിക്കേണ്ടി വരില്ല, നിങ്ങൾക്ക് അയ്യെന്ന് പറയേണ്ടി വരില്ല. അത്രയ്ക്കും നല്ലൊരു സിനിമയായിട്ട് തന്നെ നിങ്ങൾക്ക് കണ്ടിറങ്ങി സന്തോഷിച്ച് പോവാം എന്നുള്ള രീതിയിലുള്ളൊരു സിനിമയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി ഒന്ന് കണ്ട് ഞങ്ങളെ ഈ സിനിമ കുരുവിപ്പാപ്പയെ വലിയൊരു വിജയമാക്കി തീർക്കണം. അതിനുള്ള സപ്പോർട്ട് നിങ്ങൾ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും കുരുവിപ്പാപ്പ ഒരു വലിയ വിജയം തന്നെയാകട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരു വലിയ ഭാവി. Okay, thank you.